എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് മലയാളമാണ്. അപ്പൊ നമുക്ക് മലയാളം പഠിക്കാൻ റെഡി അല്ലേ? ഓക്കെ. പാഠം 8 ഒട്ടകം. പാഠം 8 ഒട്ടകം. അതെന്താണ്? ഒട്ടകം. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒട്ടകം. എല്ലാവരും പറയൂ, ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒട്ടകം. ഒട്ടകം എന്ന് വരുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ് വരുന്നത്? ഓ. രണ്ടാമത്തെ അക്ഷരം ട. ഏതാണ് അക്ഷരം? ട. അടുത്ത അക്ഷരം കം. ക എഴുതി അമ്മിന്റെ ചിഹ്നട്ടാൽ എന്താ വായിക്കുന്നത്? കം. ഓ ട ഗം. ഒട്ടകം. ഒട്ടകം. ഓ എന്ന അക്ഷരം വെച്ച് വരുന്ന ഒരു വാക്കാണ്. ഓ എന്ന അക്ഷരം വെച്ച് വരുന്ന ഒരു വാക്കാണ് ഒട്ടകം. ഒട്ടകം എന്ന് വരുമ്പോൾ ആദ്യം വരുന്ന അക്ഷരം ഓ. ഏതാണ് അക്ഷരം? എ. ഏതാണ് അക്ഷരം? എ. ഏതാണ് അക്ഷരം? എ. ഈ അക്ഷരം ഏതാണ്? ഐ. ഏതാണ് അക്ഷരം? ഐ. ഐ. ഈ അക്ഷരം ഏതാണ്? ഓ. ഈ അക്ഷരം ഏതാണ്? ഓ. ഓ. ഓ എന്ന അക്ഷരം വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഏതാ പഠിച്ചത്? ഒട്ടകം. ഓ എന്ന അക്ഷരം വെച്ച് നമ്മൾ എന്താ പഠിച്ചത്? ഒട്ടകം. ഓ എന്ന അക്ഷരം വെച്ച് നമ്മൾ എന്താ പഠിച്ചത്? ഒട്ടകം. അടുത്തത് ഓ എന്ന് വരുന്ന, ഓ എന്ന അക്ഷരം വെച്ച് വരുന്ന ഒരു വാക്കാണ് ഒരു. എന്താണ്? ഒരു. ഓ എന്ന അക്ഷരം വെച്ച് വരുന്ന ഒരു വാക്കാണ് ഒരു. ഒരു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒന്ന്. ഒരു എന്ന് വരുമ്പോൾ ആദ്യം വരുന്ന അക്ഷരം ഓ. അടുത്ത അക്ഷരം രു. രാ എഴുതി ഊവിന്റെ ചിഹ്നം ഇട്ടാൽ എന്താ വായിക്കുന്നത്? രു. ഒരു എന്ന് വരുമ്പോൾ ആദ്യം വരുന്ന അക്ഷരം ഏതാണ്? ഓ. അടുത്ത അക്ഷരം രു. ഒരു. ഒരു. ഓ എന്ന അക്ഷരം വെച്ച് വരുന്ന ഒരു വാക്കാണ് ഒരു. അടുത്ത ഓ എന്ന അക്ഷരം വെച്ച് വരുന്ന മറ്റൊരു വാക്കാണ് ഒരുമ. 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 എന്താണ്? ഒരുമ. ഒരുമ എന്ന് വരുമ്പോൾ ആദ്യം വരുന്ന അക്ഷരം ഓ. അടുത്ത അക്ഷരം രു. അടുത്ത അക്ഷരം മ. ഒരുമ. അപ്പോൾ ഓ എന്ന അക്ഷരം വെച്ച് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഒട്ടകം, ഒരു, ഒരുമ. ഏതൊക്കെയാണ്? ഒട്ടകം, ഒട്ടകം, ഒരു, ഒരുമ. ഇതേതാണ് അക്ഷരം?
ട. എല്ലാരും പറയൂ, ഇതേതാ അക്ഷരം? ട. ട ഒരു കൂട്ടക്ഷരമാണ് ട. ഇതേതാ അക്ഷരം? ട. ട എന്ന അക്ഷരം വെച്ച് വരുന്ന ഒരു വാക്കാണ് ട എന്ന അക്ഷരം വെച്ച് വരുന്ന ഒരു വാക്കാണ് പട്ടം. എന്താണ്? പട്ടം. പട്ടം. പട്ടം എന്ന് വരുമ്പോൾ ആദ്യം വരുന്ന അക്ഷരം ഏതാണ്? പ. അടുത്ത അക്ഷരം ടം. ഠ എഴുതി അമ്മിന്റെ ചിഹ്നം ഇട്ടാൽ എന്താ വായിക്കുന്നത്? ടം. അപ്പോൾ ട എന്ന അക്ഷരം വെച്ച് വരുന്ന ഒരു വാക്കാണ് പട്ടം. പട്ടം. ഇതേതാണ് അക്ഷരം? ഓ. ഇതേതാണ് അക്ഷരം? ഓ. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. ഓ എന്ന അക്ഷരത്തിന് രണ്ട് ചിഹ്നമുണ്ട്. എന്താണ്? ഓ എന്ന അക്ഷരത്തിന് എത്ര ചിഹ്നമാണ്? രണ്ട് ചിഹ്നമുണ്ട്. ഈ രണ്ട് ചിഹ്നട്ട് നടുവിലാണ് അക്ഷരങ്ങൾ എഴുതുക. അപ്പോൾ ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് കായ് എഴുതി എന്താ വായിക്കുന്നത്? ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് കായ് എഴുതിയ നടുവിൽ കായ് എഴുതി എന്താ വായിക്കുക? കോ. കോ. എന്താണ് വായിക്കുന്നത്? കോ. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് നടുവിൽ താ എഴുതിയാൽ എന്താ വായിക്കുക? തോ. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് താ എഴുതി എന്താണ് വായിക്കുന്നത്? തോ. തോ. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് പാ എഴുതി എന്താ വായിക്കുക? പോ. എന്താ വായിക്കുന്നത്? പോ. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ട് വാ എഴുതി എന്താ വായിക്കുന്നത്? വോ. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് നടുവിൽ ലാ എഴുതി എന്താ വായിക്കുന്നത്? ലോ. അപ്പോ ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് വരുന്ന ഒരു വാക്കാണ് കൊടി. എന്താണ്? കൊടി. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് നടുവിൽ കാ എഴുതിയ കോ എന്ന് വായിക്കും. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ട് വരുന്ന ഒരു വാക്കാണ് കൊടി. എന്താണ്? കൊടി. ഇനി നോക്കുക. പറഞ്ഞു പഠിക്കാം. പറഞ്ഞു പഠിക്കാം. നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഈ ചിത്രം കണ്ടോ നിങ്ങള്? ചിത്രം നോക്കൂ. ഒട്ടകം, മരുഭൂമിയിലെ കപ്പൽ. ഒട്ടകം, മരുഭൂമിയിലെ കപ്പൽ. ഒട്ടകം, മരുഭൂമിയിലെ കപ്പൽ. എല്ലാരും പറയൂ. ഒട്ടകം, മരുഭൂമിയിലെ കപ്പൽ.
അടുത്തവിടെ ശ്രദ്ധിക്കുക, പറഞ്ഞു പഠിക്കാം. എന്താണ്? പറഞ്ഞു പഠിക്കാം. നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ഒട്ടകം, ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ. ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ. ഒട്ടകം എന്താണ്? മരുഭൂമിയിലെ കപ്പൽ. എല്ലാവരും പറയൂ, ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ. ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ. അടുത്ത് നോക്കാം. എഴുതാം പഠിക്കാം. ഇവിടെ ഒട്ടകം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ക്രയോൺസ് ഉപയോഗിച്ചിട്ട് എഴുതണം. ഇതിലൂടെ ഓ ട ഗം, ഇതുപോലെ നിങ്ങൾ അത് കൂടെ ക്രയോൺ ഉപയോഗിച്ചിട്ട് എഴുതണം കേട്ടോ. അപ്പൊ എല്ലാവരും പാഠം 8 ഒട്ടകം എന്ന പാഠം നന്നായിട്ട് പഠിക്കുക.